രാജ്യത്തെ പ്രമുഖ ശാസ്ത്ര പഠന ഗവേഷണ സ്ഥാപനങ്ങളായിട്ടുള്ള ഐസസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അവരുടെ UG പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റായ IAT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലോട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മാർച്ച് 5 മുതലാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. UG തലം തൊട്ട് തന്നെ നമുക്ക് ഒരു റിസർച്ച് എക്സ്പോഷർ തരിക, അല്ലെങ്കിൽ പ്യുവർ സയൻസിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, എർത്ത് ആൻഡ് എൻവിറോൺമെൻറ്റ് സയൻസിലുള്ള ഒരു ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കുക, അതിലുള്ള കട്ടിംഗ് എഡ്ജ് റിസർച്ചിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഐസസ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ 7 സ്ഥാപനങ്ങളാണുള്ളത്. ബർഹാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, ഐസർ പൂനെ, ട്രിവാൻഡ്രം, തിരുപ്പതി എന്നിങ്ങനെ 7 സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് കേരളത്തിൽ നമുക്കറിയാം വിതുരയിലുള്ള ഒരു 200 ക്യാമ്പസിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് നമ്മളെ ഐസർ ട്രിവാൻഡ്രം. ഈ ഒരു 5 ക്യാമ്പസസ് ആണ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. പിന്നീട് ഐസർ ബർഹാംപൂറും ഐസർ തിരുപ്പതിയും ആഡ് ചെയ്യുന്നു. അപ്പോൾ അവർ സ്വന്തമായിട്ടുള്ള ഒരു ക്യാമ്പസിൽ തന്നെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. സോ ഐസറിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് BSMS പ്രോഗ്രാമാണ്. എല്ലാ ഐസേഴ്സിലും ഈ ഒരു പ്രോഗ്രാം അവൈലബിൾ ആണ്. സാധാരണ ഒരു BSc MSc പ്രോഗ്രാമിന് ബദലായിട്ട് നമ്മളൊരു 5 ഇയർ പ്രോഗ്രാമിൽ നിങ്ങൾ എൻറോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 1.5 അല്ലെങ്കിൽ 2 വർഷം നിങ്ങൾ എല്ലാ സബ്ജക്ട്സും പഠിക്കേണ്ടതായിട്ട് വരും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, എർത്ത് ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ്. ശേഷം നമ്മൾ ഈ ഒരു സബ്ജക്ട്സ് പഠിച്ച് അതിൽ ചിലപ്പോൾ ചില ലാബുകൾ നമ്മൾ വർക്ക് ചെയ്യും, കൂടാതെ അതിലുള്ള പബ്ലിക്കേഷൻസ് നമ്മൾ വായിക്കും. സോ അതിനുശേഷം നമ്മളൊരു ടേസ്റ്റ് കണ്ടെത്തുകയും 3rd ഇയർ തൊട്ട് നമ്മുടേതായിട്ടുള്ള ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ ഒരു മേജറും ഒരു മൈനറും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 4th ഇയർ 5th ഇയർ നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശേഷം 5ാമത്തെ വർഷം 5th ഇയർ വരുന്നത് കംപ്ലീറ്റ്ലി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പ്രൊജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുകയും അതിൻ്റെ ഒരു പബ്ലിക്കേഷൻ, ഒരു തെസിസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അത് നിങ്ങളെ തെസിസ് വളരെ നിലവാരമുള്ളതാണെങ്കിൽ ചിലപ്പോൾ ചില ഇൻ്റർനാഷണൽ ജേർണലുകളിൽ വരെ സബ്മിറ്റ് ചെയ്യുന്ന പല സ്റ്റുഡൻസിൻ്റെ തെസിസുകളും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഐസറിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, 5 ഇയർ BSMS ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാം. കൂടാതെ ഇപ്പോൾ ഭോപ്പാൽ, തിരുപ്പതി പോലെയുള്ള ഐസേഴ്സ് വേറെ ചില പ്രോഗ്രാംസും ആഡ് ചെയ്തിട്ടുണ്ട്. BTech പ്രോഗ്രാമുകളുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗിലായാലും കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും ഭോപ്പാലിൽ BTech കോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ എക്കണോമിക് സയൻസിൽ ഭോപ്പാലിൽ കോഴ്സസ് അവൈലബിൾ ആണ്, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്. പിന്നെ ഐസർ തിരുപ്പതിയിൽ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിൽ ഐസർ തിരുപ്പതിയിലെ കോഴ്സുകൾ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മുഖേനയാണ്. മുന്നേ ഇത് JEE അഡ്വാൻസ്, KVPY പോലുള്ള എക്സാമുകളിൽ നിന്ന് എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഐസേഴ്സിൻ്റെ എല്ലാ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മുഖേനയാണ്. സോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഓക്കെ, സോ ഐസറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോഴ്സുകൾക്കുള്ള ഒരു പ്രത്യേകതയും നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു UG ലെവൽ തൊട്ട് തന്നെ നമ്മൾക്ക് ഒരു ലോക നിലവാരത്തിലുള്ള ഒരു ലാബുകളിലേക്കുള്ള ഒരു എക്സ്പോഷനും അവിടുത്തെ PhD സ്റ്റുഡൻസും ഫാക്കൽറ്റീസുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചിന്താ ലെവലും ചിന്താശേഷിയും വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, സോ അവിടുത്തെ ഒരു ഫാക്കൽറ്റീസും അവിടുത്തെ ഒരു കട്ടിംഗ് എഡ്ജ് റിസർച്ച് ഫെസിലിറ്റീസുമാണ് ഐസേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, കൂടാതെ ഒരു 5 ഇയർ നമ്മളൊരു ക്യാമ്പസിൽ പ്രത്യേകിച്ച് ഒരു ലാബിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സബ്ജക്ട്സിലും നമ്മൾ ആ ഒരു ടോപ്പിക്കിലൊക്കെ വളരെ എക്സ്പേർട്ടായിട്ട് മാറുമെന്നുള്ളതാണ്. ശേഷം ഇനി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നത് മാർച്ച് 5-ാം തീയതിയാണ്. നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മാർച്ച് 5-ാം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ആപ്ലിക്കേഷൻ പോർട്ടൽ ക്ലോസ് ചെയ്യുന്നത് ഏപ്രിൽ 13 വരെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. കറക്ഷൻ ഡേറ്റ് വരുന്നത് തേഴ്സ്ഡേ, സാറ്റർഡേ, ഏപ്രിൽ 16th 18th ആണ്. ഓക്കെ, 16 തൊട്ട് 18 വരെയാണ് ഹോൾ ടിക്കറ്റ് റിലീസ് ഡേറ്റ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത് ജൂൺ 7, 2026 ആണ്. ഇപ്പോൾ നിലവിൽ ഐസർ ബർഹാംപൂരാണ് ഇക്കൊല്ലം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, ഇനി കൂടുതൽ ഡീറ്റെയിലോട്ട് വരികയാണെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഒരിക്കലും നമ്മളൊരു JEE ലെവൽ എക്സാം അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എക്സാം ആയിരിക്കില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ മുൻ വർഷങ്ങളിൽ ചോദ്യപേപ്പർ മനസ്സിലാക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു വളരെ ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ 4 സബ്ജക്റ്റിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ഈച്ചാണ് ചോദിക്കാൻ പോകുന്നത്. 3 hour ടൈം നമുക്കുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 60 ക്വസ്റ്റ്യനും 3 hour ടൈമും നമുക്കുണ്ട്. ഓക്കെ, 180 minutes 60 questions. ഓക്കെ, സോ അതിനനുസരിച്ച് മാക്സിമം മാർക്ക് 240 മാർക്കായിരിക്കും. 4 മാർക്ക് ആസ് യൂഷ്വൽ നമ്മളൊരു MCQ ക്വസ്റ്റ്യൻ പോലെ, MCQ എക്സാം പോലെ 4 മാർക്ക് കറക്റ്റ് എക്സാമിനും കറക്റ്റ് ആൻസറിനും, 1 മാർക്ക് നെഗറ്റീവ്
മാർക്കിങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു സയൻസിൽ നിങ്ങൾ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർച്ചിലോട്ട് അല്ലെങ്കിൽ സയൻസ് റിസർച്ചിലോട്ട് വളരെ ഒരു സയൻറ്റിസ്റ്റ് ആവുക എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതേണ്ടേ നിങ്ങൾക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐസസ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മുഖേന ഐസറിലേക്കുള്ള കോഴ്സുകളല്ലാതെ രാജ്യത്തെ വേറെ പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവരുടെ കോഴ്സുകളിലേക്കും ഉള്ള അഡ്മിഷനും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പരിഗണിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IISc ബാംഗ്ലൂർ അവരുടെ 4 ഇയർ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാമിനെ പരിഗണിക്കുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ സ്കോറാണ്. കൂടാതെ JEE അഡ്വാൻസ് മുഖേനയും നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ IIT മദ്രാസ്, IIT ഗുവാഹത്തി, IICS കൊൽക്കത്ത, IIEST ഷിപ്പൂർ, സോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്ത്യയിലുള്ള. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ BS ഇൻ്റഗ്രേറ്റഡ് UG പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷനും കൂടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പരിഗണിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു എക്സാം മുഖേന വേറെ പല കോഴ്സുകളിലോട്ടും അതും ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വേറെ പല കോഴ്സുകളിലോട്ടുള്ള അഡ്മിഷനും കൂടി നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. സോ പ്യുവർ സയൻസിൽ നിങ്ങൾ വളരെ പാഷനേറ്റഡ് ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ റിസർച്ച് നിങ്ങളൊരു കരിയറായിട്ട് ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടാണ് നിങ്ങളെ ഒരു ഭാവിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എഴുതുക. എല്ലാവരും നിങ്ങൾ വേറെ പല എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ JEE NEET പോലെയുള്ള എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ചിലപ്പോൾ ബയോളജിയോ മാത്സോ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കൂടാൻ പറ്റില്ല എന്ന് വരും. സ്റ്റിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെന്നിരിക്കെ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും സ്റ്റിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ആ ഒരു ലെവലിൽ നിങ്ങൾ വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു എക്സാം എഴുതുക. നല്ല ഐസറുകളിൽ അഡ്മിഷൻ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.